ഇടുക്കിയിലേക്ക് പോകുന്നു. അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിയുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള കാലതാമസം ഒഴിവാകുന്നു. ഷാന്റെ മാതാവ് വിദേശത്ത് കുടുങ്ങിയതിനെ തുടർന്ന് നാട്ടിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഷാനറ്റിൻ്റെ മാതാവ് ജിനു നാളെ 11:30 കൊച്ചിയിലെത്തും. ഏജന്റ് ചതിച്ചതിനെ തുടർന്നാണ് ജിനു കുവൈറ്റിൽ കുടുങ്ങിയത്. കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ്റെയും സുരേഷ് ഗോപിയുടെയും കുവൈറ്റ് മലയാളി അസോസിയേഷൻ്റെയും ഇടപെടലിനെ തുടർന്നാണ് ജിനുവിൻ്റെ തിരിച്ചുവരവ് വേഗത്തിലായത്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ഷാനറ്റ് ഷൈജു അതുപോലെ തന്നെ സുഹൃത്ത് അലനെ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഒരു ജീപ്പുമായി ഇടിച്ച് ഇവർ രണ്ടുപേരും മരിക്കുന്നത്. ഈ അലന്റെ മൃതദേഹം നേരത്തെ തന്നെ സംസ്കരിച്ചത്. ഈ ഷാനറ്റിന്റെ മൃതദേഹമാണ് സംസ്കരിക്കാൻ കാലതാമസം ഉണ്ടായിരുന്നത്. പ്രധാനമായും ഷാനറ്റിന്റെ അമ്മ കുവൈറ്റിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഏജന്റിന്റെ ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇവർ അവിടെ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഈ മകൻ മരിച്ച സംഭവം പറഞ്ഞിട്ടും ഈ ഷാനറ്റിന് ജിനു അമ്മ ജിനുവിന് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും ഇസ്രായേൽ ഇറാൻ യുദ്ധവും കൂടാതെ ഈ ഒരു നിലവിൽ ജിനു താമസിക്കുന്ന ട്രാവൽ ജയിലിലാണ്. ഈ ട്രാവൽ ജയിലിൽ കോവിഡ് സ്ഥിരീകരിച്ചതുമാണ് ഈ ഒരു വരവിന് പ്രതിസന്ധി ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ജിനു ഇത്തരത്തിൽ ഈ ഒരു ഏജന്റ് പറ്റിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നപ്പോൾ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയെയും എല്ലാം തന്നെ ഇവിടെ നിന്നുള്ള BJP നേതാക്കളും അതുപോലെ തന്നെ ഈ വീട്ടുകാരും എല്ലാം തന്നെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജിനുവിനെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മകന്റെ മരണം ഉണ്ടാകുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു വരവ് വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. അവിടെയും ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് വരാനാകുമെന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത ഉണ്ടാകാതെ വരുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് വീണ്ടും കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസിൽ നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നത്. ആ ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ജിനുവിന്റെ വരവ് അത് വേഗത്തിലാക്കിയിട്ടുള്ളത്. നാളെ 11:30 ജിനു കൊച്ചിയിൽ എത്തുമെന്നുള്ളതാണ് നിലവിൽ കുവൈറ്റ് മലയാളി അസോസിയേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അവർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നാളെ കുവൈറ്റിൽ നിന്ന് വരുന്ന വിമാനത്തിൽ ജിനു കൊച്ചിയിലെത്തും. തുടർന്ന് ഇടുക്കിയിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മരിച്ച ഷാനറ്റിന്റെ മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 24-ാം തീയതി സംസ്കാരം നടക്കുമെന്നുള്ളതാണ് നിലവിൽ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്.